തുടരും എന്ന് പറയുന്ന സിനിമയിൽ ജ്യോതികയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ജു വാര്യരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ പലരും കഴിഞ്ഞിട്ടാണോ എത്തുന്നത്? മനസ്സിലാക്കി സ്ഥിരം ലാലേട്ടൻ്റെ അടുത്ത് കാണുന്ന മാറി നമുക്കൊന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജ്യോതിക മാമിനെ അപ്രോച്ച് ചെയ്തായിരുന്നു. പിന്നെ ദേവിക മേതിൽ ദേവിക അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്ന ഇതേ മരത്തൊരാൾ ചോദിച്ചു, അതെന്താ അവർ ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ എനിക്കറിയില്ല, അത് ഓരോട് തന്നെ പോയി ചോദിക്കണം. അല്ല ഞാൻ പറഞ്ഞ ഇവരൊക്കെ ചെയ്യാഞ്ഞത് എന്താന്നുള്ളത് അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് ആ കഥാപാത്രം വർക്കായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കത് പ്രശ്നവുമല്ല, കാരണം അത് അവരുടെ തീരുമാനമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കറങ്ങി വന്ന സമയത്ത് തരുൺ കൊണ്ടുവന്നവരാണ് ശോഭന എന്ന് പറഞ്ഞ് നമുക്ക് അതിനൊരു പരിപാടി ഇല്ലേ, അവർ നമ്മളെ ഒരുപാട് വർഷമായില്ലേ ഇപ്പോൾ സിനിമ ചെയ്തിട്ട്, ആ ഒരു ഓപ്ഷനിലേക്ക് പോവല്ലേ. അങ്ങനെ മാമിലേക്ക് പോയി, അടിപൊളിയായിരുന്നു. ശോഭന ചെയ്ത ക്യാരക്ടർ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ സിനിമ തീരാറാവുന്ന സമയത്താണല്ലോ ഈ സിനിമയുടെ ലെയറുകൾ നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ അപ്പോഴാണ് എനിക്ക് തോന്നുന്നതും, അപ്പോൾ ഇങ്ങനത്തെ ഇതിലൂടെ കടന്നുപോയൊരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കാം ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ഒരു വശം. അതുകൂടാതെ ശോഭനയുടെ വോയിസ് ഡബ് ചെയ്യണ്ട എന്നുള്ളതൊരു ഒരുപാട് ആലോചിച്ചെടുത്തൊരു ഡബ് ചെയ്ത്, അതാ ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരി തന്നെ ചെയ്താൽ മതി, വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്. അത് ഇപ്പം കേൾക്കുന്ന ഒരു രസം കിട്ടുന്നത് അതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാവേലി ഞങ്ങളത് ഭയങ്കരമായിട്ട് അനുഭവിച്ചതാണ്. പോളി ചേച്ചി ഡബ് ചെയ്തിട്ട് പോളി ചേച്ചിയുടെ ശബ്ദം പോളി ചേച്ചി അറിയുന്നവർക്ക് എല്ലാവർക്കും ആ ശബ്ദം എളുപ്പത്തിൽ പിടികിട്ടും അത് പോളി ചേച്ചിയാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതായത് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കാണുമ്പം പോളി ചേച്ചിയുടെ ശബ്ദവും വേറൊരാളുടെ രൂപവും കാണുമ്പം അത് പോളി ചേച്ചിൻ്റെ ശബ്ദമല്ലേ എന്നാണ്. അറിയാത്തവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് ആ ഉമ്മയാണ് അത്. അപ്പം അത് ഇവിടെ അതേമാതിരി തന്നെ വരുമ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, ഭയങ്കര സ്വീറ്റ്, ആ ഒരു റഫ്നെസ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ശബ്ദത്തിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മാം ഡബ് ചെയ്താൽ മതി. കാരണം അവരുടെ ആ തമിഴ് മലയാളം മിക്സിന് ഭയങ്കര രസമുണ്ട്. കാരണം ആ ക്യാരക്ടറും തമിഴ് ലേഡി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം അവരിപ്പോൾ കുറച്ച് വർഷമായിട്ട് കേരളത്തിലാണ്. അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി മലയാളം വരും, എന്നാലും തമിഴും കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പരിപാടി. അത് അവർ ഡബ് ചെയ്യുന്ന, കാരണം അവർ മാം സെറ്റിൽ ഡയലോഗ് പറയുമ്പോൾ അതിനൊക്കെ ഒരു രസമുണ്ട്, പൈലറ്റ് വോയിസിൽ ഭയങ്കര രസമുണ്ട്. അപ്പം മാമിനെ ഡബ് ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പോയതാണ്. എപ്പോഴെങ്കിലും മാം ചോദിച്ചോ നമുക്ക് വേറെ ഡബ് വേണ്ട, ഞാൻ താൻ പണ്ണുവേന്ന്